നമസ്കാരം, പ്രേം പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നവംബർ മാസം 16 മുതൽ 30 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നോക്കാം. ആദ്യത്തെ ചോദ്യം, റീസൈക്കിൾ ചെയ്ത PVC പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പുതിയ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. റീസൈക്കിൾ ചെയ്ത PVC പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പുതിയ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. കാർഡിന്റെ പേര് PNB പലാഷ് ഡെബിറ്റ് കാർഡ് എന്നാണ് ഈ കാർഡിന്റെ പേര്. അപ്പോൾ റീസൈക്കിൾ ചെയ്ത PVC പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പുതിയ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. കാർഡിന്റെ പേരെന്താണ്? PNB പലാഷ് ഡെബിറ്റ് കാർഡ് എന്നാണ് കാർഡിന്റെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൽഹിയിലെ സാറയാലെ ഖാൻ എന്ന സ്ഥലത്തിന് പുതുതായി നൽകിയ പേരാണ് ബിർസ മുണ്ട ചൗക്ക്. ഡൽഹിയിലെ സാറയാലെ ഖാൻ എന്ന് പറയുന്ന സ്ഥലത്തിന് പുതുതായി നൽകിയ പേരെന്താണ്? ബിർസ മുണ്ട ചൗക്ക് എന്നാണ്. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട ആദിവാസി നേതാവാണ് ബിർസ മുണ്ട. അപ്പൊ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് സാറയാലെ ഖാൻ എന്ന സ്ഥലത്തിന് ബിർസ മുണ്ട ചൗക്ക് എന്ന പേര് കൊടുത്തത്. നെക്സ്റ്റ്, അമേരിക്കയുടെ പുതിയ ആരോഗ്യ സെക്രട്ടറി ആയിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ ആണ്. അമേരിക്കയുടെ പുതിയ ആരോഗ്യ സെക്രട്ടറി ആയി നിയമിതനായ വ്യക്തിയാണ് റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 വാട്ടർ പ്ലസ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ആദ്യ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ 2024 വാട്ടർ പ്ലസ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ആദ്യ കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. നെക്സ്റ്റ്, 2024 രാംനാഥ് ഗോയങ്കെ സാഹിത്യ സമ്മാനം ലഭിച്ച എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട്. 2024 രാംനാഥ് ഗോയങ്കെ സാഹിത്യ സമ്മാനം ലഭിച്ച എഴുത്തുകാരൻ ആരാണ്? റസ്കിൻ ബോണ്ട് ആണ്. നെക്സ്റ്റ്, വൈറ്റ് ഹൗസിന്റെ സ്റ്റാഫ് മേധാവിയാകുന്ന ആദ്യ വനിതയാണ് സൂസി വൈൽസ്. വൈറ്റ് ഹൗസിന്റെ സ്റ്റാഫ് മേധാവിയാകുന്ന ആദ്യ വനിത ആരാണ്? സൂസി വൈൽസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യാന്തര 2020 തുടർച്ചയായി സെഞ്ചുറി നേടുന്ന 4ാമത്തെ താരവും ആദ്യത്തെ ഇന്ത്യൻ താരവുമായ താരമാണ് സഞ്ജു സാംസൺ. രാജ്യാന്തര 2020 തുടർച്ചയായി സെഞ്ചുറി നേടുന്ന 4ാമത്തെ താരവും ആദ്യത്തെ ഇന്ത്യൻ താരവുമായ വ്യക്തി ആരാണ്? സഞ്ജു സാംസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സാറ്റാനിക് വേഴ്സസ് എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? സൽമാൻ റുഷ്ദി. അപ്പോൾ സൽമാൻ റുഷ്ദിയാണ് ദ സാറ്റാനിക് വേഴ്സസ് എന്ന നോവലിന്റെ രചയിതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിന്റെ 2ാം ഘട്ട ക്യാമ്പയിനാണ് തന്മുദ്ര. ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിന്റെ 2ാം ഘട്ട ക്യാമ്പയിന്റെ പേരെന്താണ്? തന്മുദ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവി റദ്ദാക്കിയ ഏത് ഹൈക്കോടതി വിധിയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്? അലഹബാദ് ഹൈക്കോടതി വിധിയാണ്. അപ്പോൾ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവി റദ്ദാക്കിയ ഏത് ഹൈക്കോടതി വിധിയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്? അലഹബാദ് ഹൈക്കോടതി വിധിയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയതാരാണ്? വിക്ടോറിയ കേജർ ആണ്. രാജ്യം ചോദിച്ചാൽ ഡെൻമാർക്ക് ആണ്. അപ്പോൾ ഡെൻമാർക്കിലെ വിക്ടോറിയ കേജർ ആണ് 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത്. നെക്സ്റ്റ്, രഞ്ജി ട്രോഫിയിൽ ഒരു ഇന്നിങ്സിൽ 10 വിക്കറ്റ് നേടിയ മൂന്നാമത്തെ താരമാണ് അൻഷുൽ കാംബോജ്. മൂന്നാമത്തെ താരമാണ് രഞ്ജി ട്രോഫിയിൽ ഒരു ഇന്നിങ്സിൽ 10 വിക്കറ്റ് നേടിയ മൂന്നാമത്തെ താരമാണ് അൻഷുൽ കാംബോജ്. മറ്റു 2 പേർ ആരൊക്കെയാണ്? പ്രമാൻഷു ചാറ്റർജിയും പ്രദീപ് സോമസുന്ദരവുമാണ്. അപ്പൊ രഞ്ജി ട്രോഫിയിൽ ഒരു ഇന്നിങ്സിൽ 10 വിക്കറ്റ് നേടിയ മൂന്നാമത്തെ താരമാണ് ആര്? അൻഷുൽ കാംബോജ്. മറ്റു 2 പേർ ആരൊക്കെയാണ്? പ്രമാൻഷു ചാറ്റർജിയും പ്രദീപ് സോമസുന്ദരവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്തുന്നതിനുള്ള പദ്ധതിയാണ് തെളിമ. റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്തുന്നതിനുള്ള പദ്ധതി ഏതാണ്? തെളിമ. റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്തുന്നതിനുള്ള പദ്ധതിയാണ് തെളിമ.
നെക്സ്റ്റ്, സംസ്ഥാനത്ത് ആദ്യമായി ജില്ലാ കളക്ടറുടെ ദഫേദാർ അല്ലെങ്കിൽ ശിപായിയായി നിയമിതയായ വനിത ആരാണ്? കെ സിജിയാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ജില്ലാ കളക്ടറുടെ ദഫേദാർ അഥവാ ശിപായിയായി നിയമിതയായ വനിതയാണ് കെ സിജി. നെക്സ്റ്റ്, സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ലോറൻസ് വോങ്. അപ്പോൾ സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയാണ് ലോറൻസ് വോങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുടിയേറ്റം നിയന്ത്രിക്കാൻ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനായി ജനപ്രിയ സ്റ്റുഡന്റ് വിസ നിർത്തലാക്കിയ രാജ്യമാണ് കാനഡ. അപ്പോൾ കുടിയേറ്റം നിയന്ത്രിക്കാനായി വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനായി ജനപ്രിയ സ്റ്റുഡന്റ് വിസ നിർത്തലാക്കിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? കാനഡ. നെക്സ്റ്റ്, 2023 ഏറ്റവും കൂടുതൽ ഹരിതഗൃഹവാതകം പുറന്തള്ളിയ രാജ്യമാണ് ചൈന. 2023 ഏറ്റവും കൂടുതൽ ഹരിതഗൃഹവാതകം പുറന്തള്ളിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ചൈന. നെക്സ്റ്റ്, കേരളത്തിൽ വാർഡ് വിഭജനത്തിന് ഉപയോഗിക്കുന്ന ആപ്പിന്റെ പേരാണ് ക്യൂഫീൽഡ്. അപ്പോൾ എന്താണ് ക്യൂഫീൽഡ്? കേരളത്തിൽ വാർഡ് പുനർവിഭജനത്തിനായി ഉപയോഗിക്കുന്ന ആപ്പിന്റെ പേരാണ് ക്യൂഫീൽഡ്. 2011 സെൻസസ് പ്രകാരമാണ് വാർഡ് വിഭജനം നടക്കുന്നത്. അപ്പോൾ 2011 ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരമാണ് കേരളത്തിൽ വാർഡ് വിഭജനം നടന്നത്. അപ്പോൾ കേരളത്തിൽ വാർഡ് വിഭജനത്തിനായി ഉപയോഗിക്കുന്ന ആപ്പിന്റെ പേരെന്താണ്? ക്യൂഫീൽഡ് എന്നാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ എവിടെയാണ് സർവീസ് ആരംഭിക്കുന്നത്? ഹരിയാനയിലെ ജിൻഡ് സോനിപത്ത് പാതയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ എവിടെയാണ് സർവീസ് ആരംഭിക്കുന്നത്? ഹരിയാനയിലെ ജിൻഡ് സോനിപത്ത് പാതയിലാണ്. ലോകത്തിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ജർമ്മനിയാണ്. ലോകത്തിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ ട്രെയിൻ അവതരിപ്പിച്ചത് ജർമ്മനിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ എവിടെയാണ് സർവീസ് ആരംഭിക്കുന്നത്? ഹരിയാനയിലെ ജിൻഡ് സോനിപത്ത് പാതയിലാണ്. ഈ ട്രെയിൻ നിർമ്മിക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ പെരുമ്പത്തൂർ ഇന്റഗ്രൽ ഫാക്ടറിയിലാണ് ട്രെയിൻ നിർമ്മിക്കുന്നത്. അതേപോലെ ട്രെയിനിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്ന അതിസങ്കീർണമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് കൊച്ചിയിലെ ഫ്ലൂയിട്രോൺ എന്ന് പറയുന്ന സ്ഥാപനമാണ്. അപ്പോൾ ട്രെയിനിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത് കൊച്ചിയിലെ ഫ്ലൂയിട്രോൺ എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നടത്തുന്നത് എവിടെയാണ്? ഹരിയാനയിലെ ജിൻഡ് സോനിപത്ത് പാതയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, GSAT-20 N2 ഉപഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വിമാനത്തിനുള്ളിൽ ഇന്റർനെറ്റ് സൗകര്യം നൽകുക എന്നതാണ്. GSAT-20 N2 ഉപഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വിമാനത്തിനുള്ളിൽ ഇന്റർനെറ്റ് സൗകര്യം നൽകുക എന്നതാണ്. ഇതിന്റെ വിക്ഷേപണ വാഹനം ചോദിച്ചാൽ ഫാൽക്കൺ 9 എന്ന് പറയുന്ന വാഹനത്തിലാണ് ഇത് വിക്ഷേപിക്കുന്നത്. ഫാൽക്കൺ 9. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന വാഹനത്തിലാണ് ഇത് വിക്ഷേപിക്കുന്നത്. ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ സ്ഥലം ചോദിച്ചാൽ എവിടെയാണ്? US-ലെ ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ സ്ഥലം ഏതാണ്? കേപ്പ് കനാവറൽ ആണ്. കേപ്പ് കനാവറലാണ് വിക്ഷേപണ സ്ഥാനം. അതേപോലെ ഈ ഉപഗ്രഹത്തിന്റെ ഭാരം ചോദിച്ചാൽ ആകെ ഭാരം 4700 കിലോഗ്രാം ആണ് ഈ ഉപഗ്രഹത്തിന്റെ ആകെ ഭാരം എന്ന് പറയുന്നത്. ഇതിന്റെ നിർമ്മാണം ആരായിരുന്നു? ISROയുടെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഈ ഉപഗ്രഹം നിർമ്മിച്ചത്. അപ്പോൾ GSAT-20 N2 ഉപഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? വിമാനത്തിനുള്ളിൽ ഇന്റർനെറ്റ് സൗകര്യം നൽകുക എന്നതായിരുന്നു ഈ ഉപഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നൈജീരിയയുടെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി നൈജർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ്. അപ്പോൾ നൈജീരിയയുടെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ്.
ഈ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വിദേശിയാണ് നരേന്ദ്രമോദി. അപ്പോൾ ആദ്യത്തെ വിദേശി ആരാണ്? വിക്ടോറിയ രാജ്ഞിക്കാണ് ആദ്യമായിട്ട് ഈ പുരസ്കാരം ലഭിക്കുന്നത്. നെക്സ്റ്റ് 2024 ഏഷ്യ പസഫിക് സാമ്പത്തിക ഉച്ചകോടി നടന്ന സ്ഥലം ചോദിച്ചാൽ എവിടെയാണ്? പെറുവിലെ ലിമയിലാണ്. 2024 ഏഷ്യ പസഫിക് സാമ്പത്തിക ഉച്ചകോടി നടന്ന സ്ഥലം ചോദിച്ചാൽ പെറുവിലെ ലിമയാണ്. അപെക്, ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ, അപെക് രൂപീകരിച്ചത് എന്നാണ്? 1989 അപെക് രൂപീകരിച്ചത്. ഇതിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 21 അംഗരാജ്യങ്ങളാണ് അപെക്കിലുള്ളത്. ഏഷ്യ പസഫിക് സാമ്പത്തിക ഉച്ചകോടി എവിടെയാണ് നടന്നത്? 2024 പെറുവിലെ ലിമയിലാണ് നടന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ നാവിക കപ്പലുകൾക്കായി സംയോജിത ആന്റിന സിസ്റ്റമായ യൂണിക്കോൺ നൽകാൻ സമ്മതിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ജപ്പാനാണ്. ഇന്ത്യൻ നാവിക കപ്പലുകൾക്കായി സംയോജിത ആന്റിന സിസ്റ്റമായ യൂണിക്കോൺ നൽകാൻ സമ്മതിച്ച രാജ്യമാണ് ജപ്പാൻ. യൂണിക്കോൺ എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റിന എന്നതാണ് യൂണിക്കോൺ എന്നതിന്റെ പൂർണ്ണരൂപം. യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റിന എന്നതാണ് യൂണിക്കോൺ എന്നതിന്റെ പൂർണ്ണരൂപം. അതേപോലെ ഇന്ത്യ ജപ്പാനുമായി നടത്തുന്ന ആദ്യത്തെ സൈനിക സാങ്കേതിക കരാറാണ് ഇത്. അപ്പോൾ ഇന്ത്യൻ നാവിക കപ്പലുകൾക്കായി സംയോജിത ആന്റിന സിസ്റ്റമായ യൂണിക്കോൺ നൽകാൻ സമ്മതിച്ച രാജ്യം ചോദിച്ചാൽ ആരാണ്? ജപ്പാനാണ്. യൂണിക്കോൺ എന്നതിന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റിന. യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റിന എന്നതാണ് യൂണിക്കോൺ എന്നതിന്റെ പൂർണ്ണരൂപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 40 വർഷത്തിന് ശേഷം അപൂർവ പക്ഷിയായ സ്കാർലറ്റ് ടാനഗർ എന്ന പക്ഷിയെ കണ്ടെത്തിയ രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം. 40 വർഷത്തിന് ശേഷം അപൂർവ പക്ഷിയായ സ്കാർലറ്റ് ടാനഗർ എന്ന പക്ഷിയെ കണ്ടെത്തിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? യുണൈറ്റഡ് കിങ്ഡം ആണ്. ഇനി സ്കാർലറ്റ് ടാനഗർ എന്ന പക്ഷിയുടെ ശാസ്ത്രീയ നാമമാണ് പിരങ്ക ഒലിവാസിയ എന്നതാണ് സ്കാർലറ്റ് ടാനഗർ എന്ന പക്ഷിയുടെ ശാസ്ത്രീയ നാമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ ഡയറക്റ്റ് ടു ഡിവൈസ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിച്ച ടെലികോം ഓപ്പറേറ്റർ ചോദിച്ചാൽ ആരാണ്? BSNL ആണ്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഡയറക്റ്റ് ടു ഡിവൈസ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിച്ച ടെലികോം ഓപ്പറേറ്റർ ആണ് BSNL. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈനിക ഉപകരണങ്ങളുടെ ആസൂത്രണവും പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച AI സാങ്കേതിക വിദ്യയുടെ പേരാണ് E-തരംഗ്. അപ്പോൾ സൈനിക ഉപകരണങ്ങളുടെ ആസൂത്രണവും പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സിസ്റ്റം ചോദിച്ചാൽ ഏതാണ്? E-തരംഗ് ആണ്. ഈ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ബിസാഗ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. ബിസാഗ് എന്ന് പറയുമ്പോൾ ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫർമാറ്റിക്സ് ആണ് ഈ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫർമാറ്റിക്സ് ആണ് ഈ സിസ്റ്റം എന്ത് ചെയ്തത്? വികസിപ്പിച്ചെടുത്തത്. എന്താണ് E-തരംഗ്? സൈനിക ഉപകരണങ്ങളുടെ ആസൂത്രണവും പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള സിസ്റ്റമാണ് E-തരംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? K. സഞ്ജയ് മൂർത്തി ആണ്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ആയി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? K. സഞ്ജയ് മൂർത്തിയാണ്. ഇതിനു മുമ്പ് ഇന്ത്യയുടെ CAG ആരായിരുന്നു? ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു ഇന്ത്യയുടെ CAG. ഇന്ത്യയുടെ പുതിയ CAG ആരാണ്? K. സഞ്ജയ് മൂർത്തിയാണ്. നെക്സ്റ്റ്, കേരളത്തിൽ നിന്നുള്ള ആദ്യ കഥക് നർത്തകിയാണ് ശരണ്യ ജസ്ലിൻ. കേരളത്തിൽ നിന്നുള്ള ആദ്യ കഥക് നർത്തകിയാണ് ശരണ്യ ജസ്ലിൻ.
അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ് ഒന്നാം സ്ഥാനം നേടിയത്. സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. രണ്ടാം സ്ഥാനം ഏതിനാണ്? കണ്ണൂരിനാണ് രണ്ടാം സ്ഥാനം. 1450 പോയിന്റുകളോടുകൂടിയാണ് മലപ്പുറം ഒന്നാം സ്ഥാനം നേടിയത്. രണ്ടാം സ്ഥാനം ആർക്കാണ്? കണ്ണൂർ ജില്ലയ്ക്കാണ് രണ്ടാം സ്ഥാനം. വേദി എവിടെയായിരുന്നു? ആലപ്പുഴയായിരുന്നു. സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു? ആലപ്പുഴ. ആലപ്പുഴയായിരുന്നു സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ വേദി എന്ന് പറയുന്നത്. അപ്പോൾ ആലപ്പുഴയിൽ വെച്ച് നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജില്ല ചോദിച്ചാൽ ഏതാണ്? മലപ്പുറമാണ്. 1450 പോയിന്റുകളോടെയാണ് മലപ്പുറം ഒന്നാം സ്ഥാനം നേടിയത്. രണ്ടാം സ്ഥാനം നേടിയ ജില്ല ചോദിച്ചാൽ ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി ആരംഭിച്ച ജില്ലയാണ് കൊല്ലം. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി ആരംഭിച്ച ജില്ല ഏതാണ്? കൊല്ലമാണ്. 24 മണിക്കൂറും കേസുകൾ ഫയൽ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി ആരംഭിച്ച ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 നവംബർ 10 മുതൽ 18 വരെ അരുണാചൽ പ്രദേശിൽ നടന്ന 2024 നവംബർ 10 മുതൽ 18 വരെ അരുണാചൽ പ്രദേശിൽ നടന്ന ത്രിസേന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് പൂർവി പ്രഹാർ. 2024 നവംബർ 10 മുതൽ 18 വരെ അരുണാചൽ പ്രദേശിൽ നടന്ന ത്രിസേന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ്? പൂർവി പ്രഹാർ. പൂർവി പ്രഹാർ എന്നാണ്. പൂർവി പ്രഹാർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ആദ്യ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണ്. കേരളത്തിലെ വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ആദ്യ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണ്. നെക്സ്റ്റ്, എയർ ഇന്ത്യയിൽ ലയിക്കുന്ന ടാറ്റയുടെ കീഴിലുള്ള എയർലൈൻ ബ്രാൻഡാണ് വിസ്താര. അപ്പോൾ എയർ ഇന്ത്യയിൽ ലയിക്കുന്ന ടാറ്റയുടെ കീഴിലുള്ള എയർലൈൻ ബ്രാൻഡിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? വിസ്താര. അടുത്ത ക്വസ്റ്റ്യൻ, ഗവൺമെന്റ് VHSS വിദുര സ്കൂളിലെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച എൻ്റെ സ്വന്തം നിഘണ്ടു എന്നർത്ഥം വരുന്ന വാക്കാണ് മിക്ഷണറി. അപ്പോൾ ഗവൺമെന്റ് VHSS വിദുരയിലെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച എൻ്റെ സ്വന്തം നിഘണ്ടു എന്നർത്ഥം വരുന്ന വാക്ക് ചോദിച്ചാൽ ഏതാണ്? മിക്ഷണറി. നെക്സ്റ്റ്, ഒഡീഷ തീരത്തെ ചാന്ദിപൂർ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ DRDO വികസിപ്പിച്ച മിസൈലാണ് ദീർഘദൂര ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ. അപ്പോൾ ഒഡീഷ തീരത്തെ ചാന്ദിപൂർ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ DRDO വികസിപ്പിച്ച മിസൈലിന്റെ പേരെന്താണ്? ദീർഘദൂര ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ, LRLACM. ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ. ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ, LRLACM അഥവാ ദീർഘദൂര ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനനനിരക്ക് കുത്തനെ ഇടിയുന്നതോടെ മിനിസ്ട്രി ഓഫ് സെക്സ് എന്ന പുതിയ മന്ത്രാലയം രൂപീകരിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? റഷ്യ. ജനനനിരക്ക് കുത്തനെ ഇടിയുന്നതോടെ മിനിസ്ട്രി ഓഫ് സെക്സ് എന്ന പുതിയ മന്ത്രാലയം രൂപീകരിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 വർഷാന്ത്യത്തിൽ പുരുഷ ടെന്നീസിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ഇറ്റാലിയൻ താരമാണ് യാനിക് സിന്നർ. 2024 വർഷാന്ത്യത്തിൽ പുരുഷ ടെന്നീസിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ഇറ്റാലിയൻ താരം ചോദിച്ചാൽ ആരാണ്? യാനിക് സിന്നർ ആണ്. യാനിക് സിന്നർ. നെക്സ്റ്റ്, പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയിലൂടെ വിഴിഞ്ഞം തീരക്കടലിൽ സ്ഥാപിച്ച കൃത്രിമ പാരുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിയാണ്
സീ റാഞ്ചിങ് പദ്ധതി. അപ്പോൾ എന്താണ് സീ റാഞ്ചിങ് പദ്ധതി? പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിലൂടെ വിഴിഞ്ഞം തീരക്കടലിൽ സ്ഥാപിച്ച കൃത്രിമ പാരുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിയാണ് സീ റാഞ്ചിങ് പദ്ധതി. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിലൂടെ വിഴിഞ്ഞം തീരക്കടലിൽ സ്ഥാപിച്ച കൃത്രിമ പാരുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിയുടെ പേരാണേത്? സീ റാഞ്ചിങ് പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് ബോർഡർ സാറായിൽ പ്രഖ്യാപിച്ച ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടിംഗ് ഡയറക്ടറാണ് ടോം ഹോമാൻ. അപ്പോൾ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് ബോർഡർ സാറായിട്ട് പ്രഖ്യാപിച്ച ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടിംഗ് ഡയറക്ടറാണ് ആര്? ടോം ഹോമാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം. 2024 കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? കേരളം. എന്നാൽ മികച്ച മറൈൻ ജില്ലയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജില്ല ചോദിച്ചാൽ ഏതാണ്? കൊല്ലം ജില്ലയാണ്. 2024 കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളം. മികച്ച മറൈൻ ജില്ല ചോദിച്ചാൽ ഏതാണ്? കൊല്ലം ജില്ലയാണ്. അതേപോലെ ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ 1-ാം സ്ഥാനം ചോദിച്ചാൽ ഏതാണ്? തെലങ്കാന. ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ ഏറ്റവും മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ചോദിച്ചാൽ തെലങ്കാനയാണ്. അപ്പോൾ 2024 കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം കേരളം. മികച്ച മറൈൻ ജില്ല ചോദിച്ചാൽ ഏതാണ്? കൊല്ലം. തെലങ്കാനയുടെ പ്രത്യേകത എന്തോന്നാണ്? ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തെലങ്കാന സംസ്ഥാനമാണ്. നെക്സ്റ്റ്, ലോക ടെലിവിഷൻ ദിനം എന്നാണ്? നവംബർ 21. അപ്പോൾ ലോക ടെലിവിഷൻ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? നവംബർ 21 ലോക ടെലിവിഷൻ ദിനമായിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ മില്ലേനിയം കാലത്തെ ആദ്യ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണ് കാർലോ അക്യൂട്ടിസ്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ മില്ലേനിയം കാലത്തെ ആദ്യ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണ് കാർലോ അക്യൂട്ടിസ്. ഇദ്ദേഹത്തെ എന്തെന്നറിയപ്പെടും? ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്ന് അറിയപ്പെടും. അപ്പം ഇദ്ദേഹത്തെയാണ് ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ മില്ലേനിയം കാലത്തെ ആദ്യ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണ് കാർലോ അക്യൂട്ടിസ്. ഇദ്ദേഹത്തെ എന്തെന്നറിയപ്പെടും? ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്ന് അറിയപ്പെടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 കേംബ്രിഡ്ജ് ഡിക്ഷണറി ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ട വാക്കാണ് മാനിഫെസ്റ്റ്. അപ്പോൾ 2024 കേംബ്രിഡ്ജ് ഡിക്ഷണറി ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ട വാക്ക് ഏതാണ്? മാനിഫെസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 10-ാം സ്ഥാനമാണ്. കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ നിലവിലെ സ്ഥാനം 10-ാം സ്ഥാനമായിരുന്നു. 10-ാം സ്ഥാനമാണ്. മുമ്പ് എത്ര സ്ഥാനമായിരുന്നു? മുൻപ് ഇന്ത്യയുടെ സ്ഥാനം 7-ാം സ്ഥാനമായിരുന്നു. കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ നിലവിലെ സ്ഥാനം 10. മുമ്പ് എത്ര സ്ഥാനമായിരുന്നു? 7-ാം സ്ഥാനമായിരുന്നു. ആദ്യത്തെ 1, 2, 3 റാങ്കിൽ ഒരു രാജ്യം തന്നെ ഇല്ല. 4-ാമത്തെ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. 4-ാം സ്ഥാനം ഡെൻമാർക്കാണ്. അപ്പം കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നിലവിലെ സ്ഥാനം എത്രയാണ്? 10-ാം സ്ഥാനമാണ്. ഇതിനു മുമ്പ് ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 7-ാം സ്ഥാനമായിരുന്നു. 1, 2, 3 സ്ഥാനങ്ങളിൽ ഒരു രാജ്യം തന്നെ ഇല്ല. 4-ാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? ഡെൻമാർക്കിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ബീച്ച് ഹട്ട് ഗ്ലോബൽ സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? കോവളം, കേരളം. കേരളത്തിലെ കോവളത്തിലാണെന്ന് തോന്നുന്നു 2024 ബീച്ച് ഹഡിൽ ഗ്ലോബൽ സമ്മേളനത്തിന്റെ വേദി ചോദിച്ചാൽ കോവളം.
നെക്സ്റ്റ് 2024 വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ ചോദിച്ചാൽ ആരാണ്? ഇന്ത്യ. 2024 വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ ആരാണ്? ഇന്ത്യ. നെക്സ്റ്റ് ആന്റിബയോട്ടിക് മൈക്രോ റെസിസ്റ്റൻസിനെതിരെ ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആന്റിബയോട്ടിക്കാണ് നാഫ്തോമൈസിൻ. അപ്പൊ എന്താണ് നാഫ്തോമൈസിൻ? ആന്റിബയോട്ടിക് മൈക്രോ റെസിസ്റ്റൻസിനെതിരെ ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആന്റിബയോട്ടിക്കാണ് നാഫ്തോമൈസിൻ. ആന്റിബയോട്ടിക് മൈക്രോ റെസിസ്റ്റൻസിനെതിരെ ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആന്റിബയോട്ടിക്കാണ് നാഫ്തോമൈസിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത വാഹനങ്ങൾക്ക് ആവശ്യമായ ബാറ്ററി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ നിർമ്മിക്കുന്ന പാർക്ക് സർക്കാർ തലത്തിൽ രാജ്യത്ത് ആദ്യമായിട്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? വിളപ്പിൽശാല, തിരുവനന്തപുരം. വൈദ്യുത വാഹനങ്ങൾക്ക് ആവശ്യമായ ബാറ്ററി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ നിർമ്മിക്കുന്ന പാർക്ക് സർക്കാർ തലത്തിൽ രാജ്യത്ത് ആദ്യമായിട്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഹിരാകാശത്ത് ഉപഗ്രഹത്തിനുള്ളിൽ വിത്ത് മുളപ്പിക്കാൻ ഒരുങ്ങുന്നത് ISRO ആണ്. ബഹിരാകാശത്ത് ഉപഗ്രഹത്തിനുള്ളിൽ വിത്ത് മുളപ്പിക്കാൻ ഒരുങ്ങുന്നത് ISRO ആണ്. ഇതിനായി വിക്ഷേപിക്കുന്ന റോക്കറ്റ് ഏതാണ്? PSLV C-60 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഇത് വിക്ഷേപിക്കുന്നത്. അതേപോലെ ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ തമ്മിൽ വിളക്കി ചേർക്കുന്നതിനായി അല്ലെങ്കിൽ ഡോക്കിങ്ങിനായിട്ട് ISRO വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് സ്പാഡക്സ് എന്ന് പറയുന്നത്. സ്പാഡക്സ്. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ വിളക്കി ചേർക്കുന്നതിനായി അല്ലെങ്കിൽ ഡോക്കിങ്ങിനായിട്ട് ISRO വിക്ഷേപിക്കുന്ന ഇരട്ട ഉപഗ്രഹത്തിന്റെ പേരാണ് സ്പാഡക്സ്. അതിൽ സ്പാഡക്സ് A എന്ന് പറയുന്നത് ഏതാണ്? ടാർഗറ്റും. സ്പാഡക്സ് B എന്ന് പറയുന്നത് A എന്ന് പറയുന്ന സ്കാഡക്കും ടാർഗറ്റും B എന്ന് പറയുന്നത് ഏതാണ്? ചേസറുമാണ്. ആ രണ്ട് ഉപഗ്രഹങ്ങളുടെ പേരാണ് ടാർഗറ്റും ചേസറും. അപ്പോൾ ISRO ഉപഗ്രഹങ്ങളെ തമ്മിൽ വിളക്കി ചേർക്കാനായിട്ട്, അതായത് ഡോക്കിങ്ങിനായിട്ട് ISRO വിക്ഷേപിക്കുന്ന ഇരട്ട ഉപഗ്രഹത്തിന്റെ പേരാണ് സ്പാഡക്സ്. അതിൽ സ്പാഡക്സ് A ആണ് ടാർഗറ്റ്, സ്പാഡക്സ് B ഏതാണ്? ചേസർ ആണ്. ചേസർ. നെക്സ്റ്റ്, ദേശീയ വായു നിലവാര സൂചിക IQI പ്രകാരം ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ലയാണ് തൃശ്ശൂര്. അപ്പൊ ദേശീയ വായു നിലവാര സൂചിക പ്രകാരം ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നതാണ് തൃശ്ശൂര്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 56ാമത് കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഗുരു ഘാസിദാസ് ടൈമോർ പിംഗല. ഛത്തീസ്ഗഡിലെ ഗുരു ഘാസിദാസ് ടൈമോർ പിംഗ്ലയാണ് ഇന്ത്യയുടെ 56ാമത് കടുവ സംരക്ഷണ കേന്ദ്രം. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാർ ഭൂഗർഭ ജല വിനിയോഗത്തിന്റെ സമഗ്ര വിവരങ്ങൾക്കായി പുറത്തിറക്കിയ പോർട്ടലാണ് ഭൂനീർ. അപ്പോൾ കേന്ദ്ര സർക്കാർ ഭൂഗർഭ ജല വിനിയോഗത്തിന്റെ സമഗ്ര വിവരങ്ങൾക്കായി പുറത്തിറക്കിയ പോർട്ടലിന്റെ പേരാണ് ഏത്? ഭൂനീർ. എന്താണ് ഭൂനീർ? കേന്ദ്ര സർക്കാർ ഭൂഗർഭ ജല വിനിയോഗത്തിന്റെ സമഗ്ര വിവരങ്ങൾക്കായി പുറത്തിറക്കിയ പോർട്ടലാണ് ഭൂനീർ. നെക്സ്റ്റ്, 3D ബയോ പ്രിന്റിങ്ങിലൂടെ വികസിപ്പിച്ച ജീവകോശങ്ങളുടെ ബയോ ഇങ്കിന് രാജ്യത്തെ ആദ്യത്തെ പേറ്റന്റ് ലഭിച്ച സ്ഥാപനമാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. 3D ബയോ പ്രിന്റിങ്ങിലൂടെ വികസിപ്പിച്ച ജീവകോശങ്ങളുടെ ബയോ ഇങ്കിന് രാജ്യത്തെ ആദ്യത്തെ പേറ്റന്റ് ലഭിച്ച സ്ഥാപനമാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. നെക്സ്റ്റ്, 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം നേടിയ മലയാള ചിത്രമാണ് ആടുജീവിതം. 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം നേടിയ മലയാള ചിത്രം ചോദിച്ചാൽ ഏതാണ്? ആടുജീവിതം. നെക്സ്റ്റ്, രാജ്യത്ത് ആദ്യമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കേരളം. രാജ്യത്ത് ആദ്യമായിട്ട് കോളേജ് വിദ്യാർത്ഥികൾക്കായി സ്പോർട്സ് ലീഗ് ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 നവംബറിൽ ഇന്ത്യ എയർ ടു എയർ ഇന്ധനം നിറയ്ക്കൽ കരാറിന് ഒപ്പുവെച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. 2024 നവംബറിൽ ഇന്ത്യ എയർ ടു എയർ ഇന്ധനം നിറയ്ക്കൽ കരാറിന് ഒപ്പുവെച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഓസ്ട്രേലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ RS-26 റൂബേഷ് യുദ്ധത്തിൽ പ്രയോഗിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? റഷ്യ ഉക്രൈനെതിരെയാണ് ഈ മിസൈൽ പ്രയോഗിച്ചത്. അപ്പോൾ ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ RS-26 റൂബേഷ് യുദ്ധത്തിൽ പ്രയോഗിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? റഷ്യ ഉക്രൈനെതിരെയാണ് ഈ മിസൈൽ പ്രയോഗിച്ചത്. നെക്സ്റ്റ്, മുനമ്പം വകഫ് ഭൂമി പ്രശ്ന പരിഹാരത്തിന് നിയമിക്കപ്പെട്ട 3 അംഗ കമ്മീഷന് നേതൃത്വം നൽകുന്നത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ആണ്. മുനമ്പം വകഫ് ഭൂമി പ്രശ്ന പരിഹാരത്തിന് നിയമിക്കപ്പെട്ട 3 അംഗ കമ്മീഷന് നേതൃത്വം നൽകുന്നത് ആരാണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്താണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഏതാണ്? ആലപ്പുഴ ജില്ലാ പഞ്ചായത്താണ്. ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്താണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ബീഹാർ. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ബീഹാർ ആദ്യമായിട്ടാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്നത്. അപ്പോൾ ബീഹാർ ആദ്യമായിട്ടാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്നത്. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദിയാണ് എവിടെ? ബീഹാർ. നെക്സ്റ്റ്, 3ാമത്തെ കേരള പാരാ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. 3ാമത്തെ കേരള പാരാ ഗെയിംസിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തദാതാക്കളുടെ വിവരങ്ങൾ സംഭരിക്കുന്നതിനായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് താങ്ക് യു ഡോണർ ആപ്പ്. രക്തദാതാക്കളുടെ വിവരങ്ങൾ സംഭരിക്കുന്നതിനായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? താങ്ക് യു ഡോണർ ആപ്പ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നേപ്പാൾ സൈന്യത്തിന്റെ ഓണററി ജനറൽ പദവി ലഭിച്ച ഇന്ത്യൻ സൈന്യ മേധാവിയാണ് ജനറൽ ഉപേന്ദ്ര ത്രിവേദി. നേപ്പാൾ സൈന്യത്തിന്റെ ഓണററി ജനറൽ പദവി ലഭിച്ച ഇന്ത്യൻ സൈന്യ മേധാവി ചോദിച്ചാൽ ആരാണ്? ജനറൽ ഉപേന്ദ്ര ത്രിവേദി. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത് ലീഡർഷിപ്പ് ഗ്രൂപ്പ് ഫോർ ഇൻഡസ്ട്രി ട്രാൻസിഷൻ വാർഷിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? അസർബൈജാനിലെ ബാക്കുവിൽ വെച്ചിട്ടാണ് നടന്നത്. 6ാമത് ലീഡർഷിപ്പ് ഗ്രൂപ്പ് ഫോർ ഇൻഡസ്ട്രി ട്രാൻസിഷൻ വാർഷിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? അസർബൈജാനിലെ ബാക്കുവിൽ വെച്ചിട്ടാണ് ഈ ഉച്ചകോടി നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസം നൈപുണ്യ വികസനം സുസ്ഥിര ഉപജീവനം എന്നിവയിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട യുവാക്കളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ അടുത്തിടെ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് വിഷൻ പോർട്ടൽ. വിദ്യാഭ്യാസം നൈപുണ്യ വികസനം സുസ്ഥിര ഉപജീവനം എന്നിവയിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട യുവാക്കളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ അടുത്തിടെ ആരംഭിച്ച പോർട്ടലാണേത്? വിഷൻ പോർട്ടൽ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 തെരഞ്ഞെടുപ്പിൽ വയനാട് ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതാരാണ്? പ്രിയങ്ക ഗാന്ധിയാണ്. 2024 നവംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വയനാട് ലോകസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചതാരാണ്? പ്രിയങ്ക ഗാന്ധിയാണ്. അതേപോലെ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നായിരുന്നു. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? രാഹുൽ മങ്കൂട്ടത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും UR പ്രദീപുമാണ് ഉപതെരഞ്ഞെടുപ്പിൽ വിന്നറായത്. ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പിൽ വയനാട് ലോകസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചതാരാണ്? പ്രിയങ്ക ഗാന്ധിയാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് രാഹുൽ മാങ്കുട്ടത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചതാരാണ്? UR പ്രദീപുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂനപക്ഷ ക്ഷേമത്തിനായിട്ടുള്ള ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് ലഭിച്ചതാർക്കാണ്? നരേന്ദ്രമോദിക്കാണ്. ന്യൂനപക്ഷ ക്ഷേമത്തിനായിട്ടുള്ള ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? നരേന്ദ്രമോദിയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി തീരത്ത് സംയുക്ത കപ്പൽ പരിശീലനം നടത്തിയ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ കപ്പലിന്റെ പേരേതാണ്? INS തരങ്കിണി. ഇറ്റാലിയൻ കപ്പലായ അമേരിക്കോ വെസ്പൂച്ചിയുമായിട്ടാണ് സംയുക്ത കപ്പൽ പരിശീലനം നടത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്? OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി, സോനിപത്ത്, ഹരിയാന. അപ്പോൾ ഹരിയാനയിലെ സോനിപത്തിലുള്ള OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം സ്ഥാപിച്ചത്. ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്? OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി, സോനിപത്ത്. ഏത് സ്റ്റേറ്റിലാണ്? ഹരിയാനയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർമുല 1 റേസിംഗിൽ തുടർച്ചയായിട്ട് 4ാം തവണയും ലോക ചാമ്പ്യൻഷിപ്പ് നേടിയ താരം ആരാണ്? മാക്സ് വെസ്റ്റപ്പൻ. ഫോർമുല 1 റേസിംഗിൽ തുടർച്ചയായി 4ാം തവണയും ലോക ചാമ്പ്യൻഷിപ്പ് നേടിയ താരമാണ് മാക്സ് വെസ്റ്റപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 IPL താരലേലത്തിലെ ഏറ്റവും വിലയേറിയ താരം ചോദിച്ചാൽ ആരാണ്? ഋഷഭ് പന്താണ്. 2024 IPL താരലേലത്തിലെ ഏറ്റവും വിലയേറിയ താരമാണ് ഋഷഭ് പന്ത്. ഋഷഭ് പന്തിന് 27 കോടി രൂപയ്ക്കാണ് ലക്നൗ ടീം സ്വന്തമാക്കിയത്. IPL താരലേലത്തിൽ തന്നെ ഏറ്റവും റെക്കോർഡ് തുകയായിരുന്നു ഇത്. അപ്പോൾ 2024 IPL താരലേലത്തിലെ ഏറ്റവും വിലയേറിയ താരം ഏതാണ്? ഋഷഭ് പന്താണ്. ഋഷഭ് പന്ത്. നെക്സ്റ്റ്, 2024 JCB സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഉപമന്യു ചാറ്റർജിയാണ്. അദ്ദേഹത്തിന്റെ ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. എന്നാൽ JCB സാഹിത്യ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ചോദിച്ചാൽ ആരാണ്? അത് ബെന്യാമിനാണ്. ബെന്യാമിന് 2018 JCB സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതി ചോദിച്ചാൽ ഏതാണ്? മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് പറയുന്ന കൃതിക്കാണ് 2018 ബെന്യാമിന് JCB സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. പിന്നെ 2020 S ഹരീഷിന്റെ മീശ എന്ന് പറയുന്ന കൃതിക്ക് എന്ത് കിട്ടി? JCB സാഹിത്യ പുരസ്കാരം കിട്ടി. 2021 M മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ എന്ന് പറയുന്ന കൃതിക്കും JCB സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? അക്ഷര മ്യൂസിയം, കോട്ടയം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം ഏതാണ്? അക്ഷര മ്യൂസിയം, കോട്ടയം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 50ാം വാർഷികം ആഘോഷിക്കുന്ന M മുകുന്ദന്റെ പ്രശസ്തമായ നോവൽ ഏതാണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചതെന്നാണ്? 1974 ഈ നോവൽ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇതിന്റെ 50ാം വാർഷികം 2024 ആഘോഷിക്കുകയാണ്. അപ്പോൾ 2024 50ാം വാർഷികം ആഘോഷിക്കുന്ന M മുകുന്ദന്റെ പ്രശസ്തമായ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷത്തിന്റെ ഔദ്യോഗിക പ്രമേയം എന്താണ്? നമ്മുടെ ഭരണഘടന, നമ്മുടെ അഭിമാനം. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷത്തിന്റെ ഔദ്യോഗിക പ്രമേയമാണ് നമ്മുടെ ഭരണഘടന, നമ്മുടെ അഭിമാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിയും കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസുമായ വ്യക്തിയാണ് ജസ്റ്റിസ് M ജഗന്നാഥ റാവു. അടുത്തിടെ അന്തരിച്ച സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിയും കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസുമായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് M ജഗന്നാഥ റാവു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഏകാംബ്ര സ്പോർട്സ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സ്പോർട്സ് ബുക്ക് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ബൗണ്ടറി ലാബ് എന്ന് പറയുന്ന ബുക്കാണ്. നന്ദൻ കാമത്തിന്റെ ബൗണ്ടറി ലാബ് എന്ന് പറയുന്ന ബുക്കാണ് 2024 ഏകാംബ്ര സ്പോർട്സ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സ്പോർട്സ് ബുക്ക് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ബുക്കാണ് ബൗണ്ടറി ലാബ്. നന്ദൻ കാമത്തിന്റെ ബൗണ്ടറി ലാബാണ് സ്പോർട്സ് ബുക്ക് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓട്ടോബയോഗ്രഫി ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സാക്ഷി മാലിക്കിന്റെ ആത്മകഥയായ വിറ്റ്നസ് ആണ്.
നെക്സ്റ്റ് 2024 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഫെങ്കൽ. 2024 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഫെങ്കൽ. ഫെങ്കൽ എന്ന പേര് നിർദ്ദേശിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയാണ് ഫെങ്കൽ എന്ന പേര് നിർദ്ദേശിച്ചത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഉദാസീനൻ എന്നാണ് ഈ വാക്കിന്. ഫെങ്കൽ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചാൽ ഉദാസീനൻ എന്നാണ്. നെക്സ്റ്റ്, വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്തിടെ അധ്യാപകർക്കായി ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ടീച്ചർ ആപ്പ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്തിടെ അധ്യാപകർക്കായിട്ട് ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഏതാണ്? ടീച്ചർ ആപ്പ് എന്നാണ്. ഈ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്തത് ഭാരതി എയർടെൽ ഫൗണ്ടേഷനാണ്. ഈ ആപ്പ് എന്തോന്ന് ചെയ്തത്? വികസിപ്പിച്ചെടുത്തത്. വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്തിടെ അധ്യാപകർക്കായിട്ട് ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ടീച്ചർ ആപ്പ്. ഇത് വികസിപ്പിച്ചെടുത്തത് ഭാരതി എയർടെൽ ഫൗണ്ടേഷനാണ് വികസിപ്പിച്ചെടുത്തത്. നെക്സ്റ്റ്, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ മലയാളി പെൺകുട്ടിയാണ് അന്ന മേരി. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ മലയാളി പെൺകുട്ടിയാണ് അന്ന മേരി. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്നൌവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, നികുതിദായകരുടെ ഡേറ്റ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് പുതുതായി അവതരിപ്പിക്കുന്ന സംവിധാനമാണ് പാൻ 2.0. അപ്പോൾ നികുതിദായകരുടെ ഡേറ്റ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് പുതുതായി അവതരിപ്പിക്കുന്ന സംവിധാനം ഏതാണ്? പാൻ 2.0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധങ്ങളും ജേണലുകളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധങ്ങളും ജേണലുകളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 സൈനിക ദിന പരേഡിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? പൂനെ. എന്നാണ് സൈനിക ദിനമായിട്ട് ആചരിക്കുന്നത്? ജനുവരി 15 സൈനിക ദിനമായിട്ട് ആചരിക്കുന്നത്. 2025 സൈനിക ദിന പരേഡിന്റെ വേദി എവിടെയാണ്? പൂനെയാണ്. 2024 വേദി എവിടെയായിരുന്നു? ലക്നൗ ആയിരുന്നു. 2023 ബാംഗ്ലൂരു ആയിരുന്നു വേദി. അപ്പോൾ 2025 സൈനിക ദിന പരേഡിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? പൂനെയാണ്. 2024 വേദി എവിടെയായിരുന്നു? ലക്നൗ ആയിരുന്നു. 2023 വേദി എവിടെയായിരുന്നു? ബാംഗ്ലൂരു ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ ശബ്ദം മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നതിനുള്ള വോയിസ് ക്ലോണിംഗ് സാങ്കേതിക വിദ്യ അവതരിപ്പിച്ച കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ്. മനുഷ്യന്റെ ശബ്ദം മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നതിനുള്ള വോയിസ് ക്ലോണിംഗ് സാങ്കേതിക വിദ്യ അവതരിപ്പിച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ഒരു വ്യക്തിയുടെ ശബ്ദത്തിന്റെ അടിസ്ഥാന സവിശേഷതകൾക്ക് മാറ്റം വരാതെ മറ്റൊരു ഭാഷയിലേക്ക് ഒരു ഭാഷ തർജ്ജമ ചെയ്യുന്ന സംവിധാനമാണിത്. അപ്പോൾ മനുഷ്യന്റെ ശബ്ദം മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നതിനുള്ള വോയിസ് ക്ലോണിംഗ് സാങ്കേതിക വിദ്യ അവതരിപ്പിച്ച കമ്പനി ചോദിച്ചാൽ ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ്. നെക്സ്റ്റ്, US-ലെ നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഡയറക്ടറായി നിയമിതരായ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജയ് ഭട്ടാചാര്യ. US-ലെ നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജയ് ഭട്ടാചാര്യ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായ ഇന്ത്യൻ കുട്ടിയാണ് ദിവിത് റെഡ്ഡി. ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായ ഇന്ത്യൻ കുട്ടിയാണ് ദിവിത് റെഡ്ഡി. ഈ കുട്ടിക്ക് 8 വയസ്സാണ് പ്രായം. ഹൈദരാബാദ് സ്വദേശിയാണ്. അണ്ടർ 8 വിഭാഗത്തിലാണ് വിന്നറായത്. ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായ ഇന്ത്യൻ കുട്ടിയാണ് ദിവിത് റെഡ്ഡി.
അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ പരാതികൾ ഫയൽ ചെയ്യുന്നതിനുള്ള ചെലവ് കുറഞ്ഞതും വേഗതയേറിയതും തടസ്സരഹിതവുമായിട്ടുള്ള ഓൺലൈൻ സംവിധാനമാണ് ഈ ദാഖിൽ പോർട്ടൽ. ഉപഭോക്തൃ പരാതികൾ ഫയൽ ചെയ്യുന്നതിനുള്ള ചെലവ് കുറഞ്ഞതും വേഗതയേറിയതും തടസ്സരഹിതവുമായ ഓൺലൈൻ സംവിധാനമാണ് ഈ ദാഖിൽ പോർട്ടൽ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ചൈനയിലാണ്. ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടായിരുന്നത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ടൺ. ചൈനയിൽ കണ്ടെത്തിയത് 1000 ടൺ സ്വർണ്ണ നിക്ഷേപമാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം ഏതാണ്? ചൈന. ചൈനയിൽ കണ്ടെത്തിയത് 1000 ടൺ സ്വർണ്ണ നിക്ഷേപമാണ്. ഇതിനു മുമ്പ് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടായിരുന്നത്. അവിടെ 900 ടൺ ആയിരുന്നു കണ്ടെത്തിയിട്ടുള്ളത്. നെക്സ്റ്റ്, 2024 ഇന്റർനാഷണൽ പ്രസിഡൻസ് കപ്പ് നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആണ് നിഹാൽ സരിൻ. 2024 ഇന്റർനാഷണൽ പ്രസിഡൻസ് കപ്പ് നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? നിഹാൽ സരിൻ. അടുത്ത ക്വസ്റ്റ്യൻ, IIT കാൺപൂരിലെ ഗവേഷകർ വികസിപ്പിച്ച പ്രതിരോധ സാങ്കേതിക വിദ്യയാണ് അനലക്ഷ്യ MSCS. അപ്പോൾ IIT കാൺപൂരിലെ ഗവേഷകർ വികസിപ്പിച്ച പ്രതിരോധ സാങ്കേതിക വിദ്യ ഏതാണ്? അനലക്ഷ്യ MSCS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോബോ പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 2023 സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ആരാണ്? ഉല്ലല ബാബു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 2023 സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ സാഹിത്യകാരനാണ് ഉല്ലല ബാബു. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മഹാന്മാരുടെ ജീവിതത്തിലെ രസമുത്തുകൾ, ബാപ്പുജി കഥകൾ എന്നിവ ഉല്ലല ബാബുവിന്റെ പ്രശസ്തമായ കൃതിയാണ്. അപ്പോൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 2023 സമഗ്ര സംഭാവന പുരസ്കാരം നേടിയതാരാണ്? ഉല്ലല ബാബു ആണ്. കൃതികൾ മഹാന്മാരുടെ ജീവിതത്തിലെ രസമുത്തുകൾ, ബാപ്പുജി കഥകൾ എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 2024 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ്. അപ്പോൾ 2024 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദി എവിടെയായിരുന്നു? പനാജി, ഗോവയിലെ പനാജി ആയിരുന്നു 2024 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദി. നവംബർ 20 മുതൽ 28 വരെയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടന്നത്. അപ്പോൾ 2024 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടന്നത് എന്ന് മുതലാണ്? നവംബർ 20 മുതൽ നവംബർ 28 വരെയായിരുന്നു ചലച്ചിത്രമേള. ചലച്ചിത്രമേളയുടെ വേദി ചോദിച്ചാൽ എവിടെയാണ്? പനാജി, ഗോവ പനാജി. അതേപോലെ ഇതിലെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? ബെറ്റർ മാൻ ആയിരുന്നു. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ചോദിച്ചാൽ ഏതാണ്? ബെറ്റർ മാൻ എന്ന ചിത്രത്തിന്റെ സംവിധാനം ചോദിച്ചാൽ ആരാണ്? മൈക്കൽ ഗ്രേസി. അപ്പോൾ മൈക്കൽ ഗ്രേസി സംവിധാനം ചെയ്ത ബെറ്റർ മാൻ എന്ന് പറയുന്ന ചിത്രമായിരുന്നു 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം. നെക്സ്റ്റ്, ഇന്ത്യൻ പനോരമ വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം ചോദിച്ചാൽ ഏതാണ്? സ്വതന്ത്ര വീർ സവർക്കർ. 2024 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം ചോദിച്ചാൽ ഏതാണ്? സ്വതന്ത്ര വീർ സവർക്കർ ആണ്. സ്വതന്ത്ര വീർ സവർക്കർ എന്ന ചിത്രത്തിന്റെ സംവിധാനം ആരാണ്? രൺദീപ് ഹൂട്ട സംവിധാനം ചെയ്ത സ്വതന്ത്ര വീർ സവർക്കർ ചിത്രമായിരുന്നു ഇന്ത്യൻ പനോരമ വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം. ഇനി ഇന്ത്യൻ പനോരമ ജൂറി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ചന്ദ്രപ്രകാശ് ദ്വിവേദി ആയിരുന്നു. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഇന്ത്യൻ പനോരമയുടെ ജൂറി ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ ചന്ദ്രപ്രകാശ് ദ്വിവേദിയാണ്.
ഇനി ഇന്ത്യൻ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ ആടുജീവിതം, ആർട്ടിക്കിൾ 370, റാവ് സാഹിബ് എന്നിവയായിരുന്നു ഇന്ത്യൻ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ. ആടുജീവിതം എന്ന ചിത്രത്തിന്റെ സംവിധാനം ചോദിച്ചാൽ ആരാണ്? ബ്ലസ്സി ആണ് ആടുജീവിതം എന്ന ചിത്രത്തിന്റെ സംവിധാനം. അതേപോലെ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധാനം ആദിത്യ സുഹാസ് ജംബാലെ. റാവ് സാഹിബിന്റെ സംവിധാനം നിഖിൽ മഹാജൻ. അപ്പോൾ ഇന്ത്യൻ വിഭാഗത്തിൽ 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം, ആദിത്യ സുഹാസ് ജംബാലെ സംവിധാനം ചെയ്ത ആർട്ടിക്കിൾ 370, നിഖിൽ മഹാജൻ സംവിധാനം ചെയ്ത റാവ് സാഹിബ്. ഇതിൽ സുവർണ മയൂരം നേടിയ ചിത്രമാണ് ടോക്സിക്. ഇതിന്റെ സംവിധാനം ചോദിച്ചാൽ ആരാണ്? സൗളി ബിലുവാറ്റ സംവിധാനം ചെയ്ത ടോക്സിക് എന്ന് പറയുന്ന സിനിമയാണ് ഇതിൽ സുവർണ മയൂരം നേടിയത്. ഇതൊരു ലിത്വാനിയൻ ചിത്രമായിരുന്നേ. അതേപോലെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ബോഗ്ഡൻ മുർസാനു ആണ്. ചിത്രം ദ ന്യൂ ഇയർ ദാറ്റ് നെവർ കംസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകനായ ബോഗ്ഡൻ മുർസാനു ആണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടൻ ചോദിച്ച ക്ലെമന്റ് ഫാവോ. ഹോളിക്കോ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ക്ലെമന്റ് ഫാവോയാണ് 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടിമാർ വെസ്റ്റ് മറ്റുലായിട്ട്, വിൽമ റുബായിട്ട്. ടോക്സിക് എന്ന സിനിമയിലെ അഭിനയത്തിന് വെസ്റ്റ മറ്റുലായിട്ടും വിൽമ റുബായിട്ടുമാണ് 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേപോലെ 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വിക്രാന്ത് മാസി. ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? വിക്രാന്ത് മാസിയാണ്. 2024 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സമാപന ചിത്രം ചോദിച്ചാൽ ട്രൈ സീസൺ എന്ന് പറയുന്ന സിനിമയായിരുന്നു ഇതിന്റെ സമാപന ചിത്രം. ഇതിന്റെ സംവിധാനം ചോദിച്ചാൽ ആരാണ്? ബോർഡൻ സ്ലാമ സംവിധാനം ചെയ്ത ട്രൈ സീസൺ എന്ന് പറയുന്ന സിനിമയായിരുന്നു 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സമാപന ചിത്രം. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക്